ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള കാര്യമാണ് ഒരു ഡോക്ടർ ആവാന്നുള്ളത് അല്ലേ? ഒരു ഡോക്ടർ ആവാന്ന് പറയുമ്പോൾ പേരിന്റെ കൂടെ ഡോക്ടർ എന്ന രണ്ടക്ഷരം കൂടെ അല്ലാതെ ഓക്കെ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. സോ ഇത് സ്വപ്നം കാണുമ്പോഴും ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവുക എന്നുള്ളതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നീറ്റ് പോലത്തെ എക്സാമിന് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ളൊരു കാര്യം തന്നെയാണ്. സോ ആ സമയത്താണ് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുക എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. ആ സമയം വീണ്ടും സംശയമാണ് പാരൻസിനായും സ്റ്റുഡൻസിനാണെങ്കിലും. ഇത് പുറത്തു പോയി പഠിക്കുന്നത് വലിയ ചിലവുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ പുറത്തെ രാജ്യത്ത് പോകുമ്പോൾ അത് എത്രത്തോളം സേഫ് ആണ് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്ന എഡ്യൂക്കേഷൻ ആണെന്നുള്ളത്. സോ നിങ്ങൾക്കുള്ള ഡൗട്ട്സിനെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് വെസ്റ്റ്മോൺ സ്റ്റഡി അബ്രോഡ്സിന്റെ CEO അജിത് സർ ആൻഡ് ഏകദേശം 1000-ഓളം സ്റ്റുഡൻസിന് കൗൺസിലിംഗ് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള മെന്റർ റസിയ മാം. ഹൈ സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വെൽക്കം. താങ്ക് യു. അപ്പോൾ സാർ, ഈ MBBS പഠിക്കുക എന്നുള്ളത് ആക്ച്വലി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, ഭയങ്കര ഒരു ഡ്രീം തന്നെയാണ്. അപ്പം ഇപ്പം നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതിയ ഒരു ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികൾ മാത്രമേ അതിൽ ഇന്നായിട്ട് അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് പുറത്ത് പോയിട്ട് പഠിക്കുക എന്നുള്ളൊരു റൂട്ടാണ് അല്ലേ? അപ്പം ഈ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നീറ്റ് എക്സാം എഴുതുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. എന്ന് വെച്ചാൽ 24 ലക്ഷത്തോളം ആൾക്കാരാണ് എക്സാം എഴുതിയിരിക്കുന്നത്. അതിലൊരു 13 ലക്ഷം ആൾക്കാരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ 1,09,000 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് മെറിറ്റ് സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ശരിക്കും ബാക്കി വരുന്ന 12 ലക്ഷത്തോളം ആൾക്കാർ, അതിൻ്റെ അടുത്ത ആൾക്കാർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ MBBS സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ശരിക്കും പറഞ്ഞാൽ MBBS പുറത്തു പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ ഉള്ളത് കൊണ്ട് അത് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒന്ന് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ വിദേശത്ത് MBBS പഠിക്കാന്ന് പറഞ്ഞ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വിദേശത്ത് നമ്മൾ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺട്രി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ നമ്മളുടെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ നമ്മളുടെ ലിവിങ് എക്സ്പെൻസ്, ഒരു യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ കുറേ അക്രഡിറ്റേഷൻസ് ഉണ്ട്. ഈ അക്രഡിറ്റേഷൻസ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് കുറേ, കാരണം NMC ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ആ ഗൈഡ് ലൈൻസ് ഒന്നും അറിയാതെ ഒരു സ്റ്റുഡൻറ്റ് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രി അതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര സേഫ് ആൻഡ് കംഫർട്ടായിട്ട് പഠിക്കാന്ന് പറയാം. അപ്പോൾ ഈ പുറത്തിപ്പോൾ പോകുന്ന സമയത്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ എന്നുള്ള ഇപ്പോൾ സാറ് പറഞ്ഞാൽ നമുക്ക് പേടിയുള്ള കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പ്രധാനമായിട്ട് വരുന്നൊരു സംശയം ഏതൊക്കെ കൺട്രീസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെ ഈ കൺട്രീസ് ചൂസ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടാണ് ഏറ്റവും വലിയതായിട്ട് വരുന്ന ഡൗട്ട്. അപ്പോൾ അതിനിപ്പോൾ സാർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ട രീതി? ചൂസ് ചെയ്യേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന്, നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ നമ്മൾ നോക്കണം എന്തായാലും. കാരണം അവിടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ. ഇപ്പം നമുക്ക് ഒരു രാജ്യത്ത് പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടണം, അല്ലെ? ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു രാജ്യമായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻസിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം സെലക്ട് ചെയ്യണം. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പാരൻസ് ഭയങ്കരമായിട്ട് പേടിയുള്ള കാര്യമാണ്. അവർ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് സേഫ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ സേഫ്റ്റി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യം നോക്കണം. അപ്പോൾ ഈ സേഫ്റ്റിയോട് കൂടെ തന്നെ നോക്കേണ്ട കാര്യമാണ് പാരൻസിന് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം പാരൻസിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പം ആ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് അവിടുത്തെ എക്സ്പെൻസും. കാരണം പല രാജ്യങ്ങളിലും പോകാൻ വേണ്ടി ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോകണമെങ്കിലൊക്കെ ഭയങ്കര എക്സ്പെൻസ് വരും. അപ്പം അങ്ങനെ അധികം എക്സ്പെൻസ് ഇല്ലാത്ത ഒരു ആകുവാണെങ്കിൽ, പെട്ടെന്ന് വിസ കിട്ടുന്ന ഒരു രാജ്യമാണെങ്കിൽ, ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് നോക്കണം. പിന്നെ ക്ലൈമറ്റ് നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് കോൾഡ് ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരാണ്. ഈ ആസ്മ പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയതിന് ശേഷം വേണം ഒരു കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മാക്സിമം സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ, ഇന്ത്യൻസിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടെ പഠിക്കുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യമാണ്
ഈ പറഞ്ഞ അക്രഡിഷൻസ് നോക്കണം. യൂണിവേഴ്സിറ്റി സെലക്ട് ഈ രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അതിനേക്കാൾ കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. അതെ, അതാ ഞാൻ അടുത്ത് ചോദിക്കാൻ ശരിക്കും പറഞ്ഞു. രാജ്യങ്ങൾ എത്ര അടിപൊളിയായി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി നല്ലതാവുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു പോയിന്റാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ അക്രഡിഷൻ ഈ പറഞ്ഞ പോലെ? അക്രഡിഷൻ ഒരുപാട് അക്രഡിഷൻസ് വേണം ശരിക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു NMC ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റികൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് റസിയ നമുക്ക് അതിൽ കാര്യങ്ങൾ. അതെ, മാം ഇപ്പോൾ ആക്ച്വലി 1000-ഓളം സ്റ്റുഡൻസിനുമായിട്ട് കൗൺസിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം ഈ അക്രഡിഷൻ്റെ കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞു. അപ്പം മാം ചെയ്ത് പരിചയമുള്ളതാണ്, എക്സ്പീരിയൻസ് ചെയ്താണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞായിരിക്കും അവർ വിളിച്ചിട്ടും അല്ലാതൊക്കെ. അപ്പോൾ അക്രഡിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് മാൻഡേറ്ററി ആയിട്ടും NMC ഗൈഡ് ലൈൻസ് അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലായിരിക്കണം. ആ NMC ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി അത് കുറേ ഉണ്ട്, കുറേ നമ്പേഴ്സ് ഓഫ് ഗൈഡ് ലൈൻസ്, ഇപ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ ഫോറിൻ സ്റ്റുഡൻസ് മെയിനായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന, ഇപ്പം നമ്മൾ റഷ്യ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കരിക്കുലം ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇപ്പം നമ്മളൊരു കൺട്രി ചൂസ് ചെയ്താൽ ആ കൺട്രിയിൽ അതേ മീഡിയവും ഉണ്ടാവും, ഇംഗ്ലീഷ് മീഡിയവും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനിഷ്യലി അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ NMC ഗൈഡ് ലൈൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ MBBSലേക്ക് വരുമ്പോഴത്തേക്കും ഒരു MBBS സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അറിയാലോ, കുറേ മാൻഡേറ്ററി സബ്ജക്ട്സ് അവർക്ക് ക്ലിയർ ചെയ്യാനുണ്ടാവും, കവർ ചെയ്യാനുണ്ടാവും. ഈ സബ്ജക്ട്സ് എല്ലാം ഈ സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ ഈ കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഈ ഒരു അത്രയും ഒരു മാൻഡേറ്ററി സബ്ജക്ട്സ് അവർ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് കുറേ സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഡെർമറ്റോളജി, സൈക്കാട്രി, ജനറൽ മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവരുടെ കരിക്കുലം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് NMCയുടെ തേർഡ് പോയിന്റ്, നമ്മൾ MBBS സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ്സസിൻ്റെ ഡ്യൂറേഷൻ ആണ്. ഇന്ത്യൻ MBBS എന്ന് പറയുന്നത് 5.5 ഇയേഴ്സ് ആണ് വരുന്നത്. അതൊരു 54 മന്ത്സ് ക്ലാസ് പ്ലസ് ഒരു 12 മന്ത്സ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതേ ആ ഒരു ക്ലാസ് ഡ്യൂറേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അബ്രോഡിൽ പോയ ഒരു യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്നത് 54 മാസത്തെ ക്ലാസ്സും 12 മാസത്തെ മാൻഡേറ്ററി ഇന്റേൺഷിപ്പും ആയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് റൂളാണ്. ഇപ്പോൾ അത് ഇൻ കേസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ 4 ഇയേഴ്സിൽ MBBS കംപ്ലീറ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രിയിൽ പഠിച്ചിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ WHO അല്ലാന്നുണ്ടെങ്കിൽ NMCയുടെ അപ്രൂവൽ കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ റൊട്ടേറ്ററി ഒരു ഇന്റേൺഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 12 മന്ത്സ് ഇന്റേൺഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ 12 മന്ത്സ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് റൊട്ടേറ്ററി ഇന്റേൺഷിപ്പാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു MBBS പഠിക്കുന്ന ഒരു ഡോക്ടർ ഇപ്പം നമ്മൾ പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം വർക്ക് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം, ICUയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇൻക്ലൂഡിങ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഫാർമസി റിലേറ്റഡ് ആ എക്സ്പീരിയൻസ് വരെ ഒരു ഡോക്ടർക്ക് വന്നു കഴിയുമ്പോഴാണ് ആ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ മാം, ഇപ്പം രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, രാജ്യങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളത്. അതേപോലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറഞ്ഞു. യൂണിവേഴ്സിറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ട്, കുറച്ചും കൂടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് അക്രഡിഷൻ എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അക്രഡിഷൻ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇത്രയും ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അത് ഇത്രയും വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അക്രഡിഷൻ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊന്ന് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ അക്രഡിഷൻസ് മെയിനായിട്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അക്രഡിഷൻ എന്ന് പറയുന്നത് NMC അക്രഡിറ്റേഷൻ ആണ്. കാരണം ഒരു സ്റ്റുഡൻറ്റ് അബ്രോഡ് പോയി പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ NMC അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ തന്നെ അവർ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പിന്നെ വരുന്നത് ECFMG എന്ന് പറഞ്ഞൊരു അക്രഡിറ്റേഷൻ വരുന്നുണ്ട്, WFME അക്രഡിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ECFMG എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ US പോകാൻ വേണ്ടിയിട്ട്, ഇപ്പം ഓരോ രാജ്യത്തിനും അവരവരുടേതായ ലൈസൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിൽ USMLE എന്ന് പറയുന്ന US-ൻ്റെ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിന് USMLE അപ്ലൈ ചെയ്യണമെങ്കിൽ ECFMG അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരിക്കണം അവർ പഠിച്ചിട്ടുള്ളത്. അവരുടെ സർട്ടിഫിക്കറ്റ് അവർ സർട്ടിഫൈഡ് ആയിരിക്കണം, ECFMG സർട്ടിഫൈഡ് ആയിരിക്കണം. WFME എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റ്സെൽഫ് ഒരു അവരായിട്ട് ഡയറക്റ്റ്ലി പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്കും അക്രഡിറ്റേഷൻസ് കൊടുക്കുന്നില്ല. അവർക്ക് കുറച്ച് ഇൻഡിപെൻഡൻറ്റ് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസീസ് ആയിരിക്കും യൂണിവേഴ്സിറ്റീസ് വിസിറ്റ് ചെയ്യുന്നതും ആ യൂണിവേഴ്സിറ്റീൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സർവേ ചെയ്ത് അല്ലെങ്കിൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റിക്കും അംഗീകാരം കൊടുക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് IAR അല്ലെങ്കിൽ ECQFMA, അങ്ങനെ കുറച്ച് സബ് ഏജൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസീസിൻ്റെ അക്രഡിറ്റേഷൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി WFME അക്രഡിറ്റഡ് ആയിരിക്കും. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ NMCക്ക് റീസെൻ്റ്ലി
അടുത്തൊരു 10 വർഷത്തേക്കുള്ള WFME അക്രഡിറ്റേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് പുറത്ത് പോയി ഏത് രാജ്യത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് എബ്രോഡ് യൂണിവേഴ്സിറ്റീസിലും ഈ WFME അക്രഡിറ്റേഷൻ ഉള്ളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ലോകത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നീറ്റ് എക്സാം പോലെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഉണ്ടോ? ഉണ്ട്. നീറ്റ് എക്സാം നമ്മുടെ ഇന്ത്യയിലെ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ MBBSൻ്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ MBBS കിട്ടാനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 720 മാർക്സിൽ ഒരു 630 ആ ഒരു 630 മാർക്സ് ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസിലായിരിക്കും MBBSന് ഒരു പോസിബിലിറ്റി എങ്കിലും വരുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ NR ആയിക്കോട്ടെ അങ്ങനെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ MBBS അല്ലെ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് അബ്രോഡ് പോയിട്ട് അവർക്ക് MBBS കണ്ടിന്യൂ ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് FMGE എന്ന് പറഞ്ഞ എക്സിറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നീറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അബ്രോഡിൽ നമുക്ക് നീറ്റ് മാൻഡേറ്ററി അല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. നീറ്റ് ഇല്ലാണ്ട് അവർക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചതിന് ശേഷം മാസ്റ്റേഴ്സ് ഇപ്പം നമുക്ക് UK, ഓസ്ട്രേലിയ, US, ന്യൂസിലൻഡ് പോലത്തെ കൺട്രീസിൽ മാസ്റ്റേഴ്സ് ചെയ്താൽ ആ സ്റ്റുഡൻസിന് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് ഇല്ലാത്തവർക്ക് MBBS പോസിബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവിടെ MBBS കഴിഞ്ഞിട്ട് ആ രാജ്യത്തിനപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചില എക്സാമുകൾ നമ്മൾ എഴുതണം എന്നുണ്ട്. അങ്ങനെ ഉണ്ടോ ശരിക്കും? എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ലൈസൻസ് എക്സാം ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ അങ്ങനത്തെ ലൈസൻസ് എക്സാമിൻ്റെ കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ FMGE എക്സിറ്റ് എക്സാം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് വന്ന് നമ്മൾ ഈ എക്സിറ്റ് എക്സാമിൽ അല്ലെങ്കിൽ ഈ എല്ലാ ലൈസൻസ് എക്സാമിലും വരുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ 5 ഇയേഴ്സിൽ അല്ലെങ്കിൽ 6 ഇയേഴ്സിൽ MBBSൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മോസ്റ്റ്ലി എല്ലാ എക്സാംസും 2 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ടായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അവരുടെ നോളജ് അസസ്മെൻറ്റും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അവരുടെ പ്രാക്ടിക്കൽ അസസ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു റൂളാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ MBBS അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് റഷ്യയിലാണ് അല്ലെങ്കിൽ ചൈനയിലാണ്, ഏത് കൺട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എക്സിറ്റ് എക്സാം എഴുതി FMGയുടെ ലൈസൻസ് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ MBBSന് പുറത്തൊരു രാജ്യത്ത് വാല്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഓരോ രാജ്യങ്ങൾക്കും അവരവരുടെ ലൈസൻസ് എക്സാം വരുന്നുണ്ട്. അത് ചില രാജ്യങ്ങളിൽ അതൊരു ലാംഗ്വേജ് ടെസ്റ്റ് മാത്രമായിരിക്കും. ഇപ്പം ഒരു ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നാൽ മെജോറിറ്റി പീപ്പിൾ ഒരു ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയുടെ ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. അപ്പം അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ക്രൈറ്റീരിയ ഓരോന്നാണ്. ഇപ്പോൾ US നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ USൻ്റെ ലൈസൻസ് എക്സാം എന്ന് പറയുന്നത് USMLE ആണ്. അപ്പം ആ എക്സാമിന് നമുക്ക് ഈ ഫൈനൽ ഇയർ കഴിഞ്ഞ് നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് എക്സാം പ്രിപ്പയർ ചെയ്യുക, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. 2 ചോയ്സും ഉണ്ട്. ഈ USMLE കൊണ്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ UKയുടെ എക്സാം പ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ പ്ലാബ് എക്സാം ഈ പറഞ്ഞ പോലെ 2 പാർട്ടായിട്ട് നടത്തുക. ഇനിഷ്യൽ പാർട്ട് നമ്മൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്യുക, പ്ലാബ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ UK ട്രാവൽ ചെയ്യണം. ഓസ്ട്രേലിയക്കാണെങ്കിൽ AMC എന്നാണ് എക്സാമിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ലൈസൻസ് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് ക്ലിയർ ചെയ്താലാണ് നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാർ, ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു MBBS എന്ന് പറഞ്ഞത് എല്ലാവരുടെയും സ്വപ്നമാണെന്ന്. ആ സ്വപ്നം നിറവേറ്റാൻ പറ്റാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. നീറ്റ് എക്സാം എഴുതാൻ പറ്റാതെ പോയതും അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈഡ് ആവാതെ പോയവരും. അപ്പോൾ അവർക്കൊക്കെയുള്ള ശരിക്കും പറഞ്ഞ ഒരു ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് MBBS പഠിക്കാം എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ സാർ? അല്ല, ശരിക്കും ഇത് വലിയൊരു ഓപ്ഷനാണ്. കാരണം വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല എഡ്യൂക്കേഷൻ തന്നെ ശരിക്കും വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അനുസരിച്ച് അത് ശ്രദ്ധിച്ച് അവർ നല്ല യൂണിവേഴ്സിറ്റിയും കൺട്രിയും ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവരുടെ സ്വപ്നവും ശരിക്കും പറഞ്ഞാൽ സാക്ഷാത്കരിക്കും ഗൈഡ് ലൈൻ കിട്ടുന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക, ചതിക്കുഴി വീഴാതിരിക്കുക കൃത്യമായിട്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളെല്ലാത്തിനും അതിനനുസരിച്ച് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഏത് സ്റ്റുഡൻസിന് ഇപ്പോൾ അങ്ങനെ ഏജൻസി അങ്ങനെയൊന്നുമില്ല. ഏത് സ്റ്റുഡൻസിന് ഏത് കൺട്രിയെ കുറിച്ചിട്ട് അറിയണമെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും.